കഴിഞ്ഞ ദിവസം 16 വയസ്സുള്ള ഒരു പെൺകുട്ടി, അതായത് ഇപ്പൊ +2 കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടി വന്നു. തൊണ്ടയില്, അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയില് ഒരു മുഴയാണ് എന്ന് അവർ കുത്തിയെടുത്ത് പരിശോധിച്ചു. പാപ്പിലറി കാർസിനോമ തൈറോയ്ഡ് എന്നാണ് FNACയുടെ റിപ്പോർട്ട്. ഞാൻ നോക്കുമ്പോൾ അൾട്രാസൗണ്ടിൽ ഒരു 2.5 സെന്റിമീറ്റർ ഉള്ള ഒരേ ഒരു മുഴയേ ഉള്ളൂ. അപ്പൊ ഇവരുടെ ആവശ്യം എന്താ വെച്ചാല് ഇത് ഹെമി തൈറോയ്ഡക്ടമി, അല്ലെങ്കിൽ ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പകുതി മാത്രം എടുത്തു കളയാൻ സാധിക്കുമോ എന്നതാണ്. അവർ 2-3 ഡോക്ടർമാരെ കണ്ടവരൊക്കെ ടോട്ടൽ തൈറോയ്ഡക്ടമിയാണ് അഡ്വൈസ് ചെയ്തിട്ടുള്ളത്. ഞാൻ നോക്കുമ്പോൾ ഞാൻ ഒരു അൾട്രാസൗണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ആശുപത്രിയിൽ നിന്ന് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു. അതിലും ഇത് യൂണിഫോക്കലാണ്, അതായത് ഈ ഒരേ ഒരു ലീഷനേ ഉള്ളൂ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പുറത്തേക്കൊന്നും പോകുന്നില്ല, വേറെ കഴലകളെയൊന്നും ബാധിച്ചിട്ടില്ല. അപ്പൊ പുതിയ ഗൈഡ് ലൈൻസ് പ്രകാരം ഇങ്ങനെയുള്ള തൈറോയ്ഡ് ഗ്രന്ഥിയിലെ ക്യാൻസർ ആയിട്ടുള്ള മുഴകളാണെങ്കിൽ നമുക്ക് ഹെമി തൈറോയ്ഡക്ടമി ചെയ്യാം. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, മറ്റേ ലോബ് ഫങ്ഷനിങ് ആണെങ്കിൽ ഈ കുട്ടിയെ സംബന്ധിച്ച് ടാബ്ലറ്റ് ജീവിതകാലം മൊത്തം എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ സമ്മതിക്കുമ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് ഒരു 20% കേസിൽ നമ്മൾ കംപ്ലീഷൻ തൈറോയ്ഡക്ടമി, അതായത് ഈ പാപ്പിലറി കാർസിനോമയുടെ തന്നെ അഗ്രസീവ് വേരിയൻസ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പത്തോളജി റിപ്പോർട്ടിൽ എക്സ്ട്രാ തൈറോയ്ഡൽ സ്പ്രെഡ്, അല്ലെങ്കിൽ ആ ലിംഫ് നോഡ്സിൽ ഏതെങ്കിലും അസുഖം, തൈറോയിഡിന്റെ പുറത്തേക്ക് അസുഖം പോയിട്ടുണ്ട് എന്നുള്ള എന്തെങ്കിലും തെളിവ് വരികയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ഭാഗം കൂടി റിമൂവ് ചെയ്യണം. ആവശ്യമുണ്ടെങ്കിൽ അയഡിൻ ചികിത്സ കൂടി വേണ്ടി വന്നേക്കാം. പക്ഷേ ഹെമി തൈറോയ്ഡക്ടമി പാപ്പിലറി കാർസിനോമ തൈറോയിഡിൽ പോസിബിൾ ആണ്.